അധ്യായം 1. പൊഴിയങ്കര എന്ന മധ്യ കേരളത്തിലെ ഒരു തീരദേശ തെരുവ്. എല്ലാവരും ശാന്തമായി ഉറങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് ആകാശം കാറും കോളും കൊണ്ട് നിറഞ്ഞത്. കലിപ്പൂണ്ട കാർമേഘങ്ങൾ ചുഴലിക്കാറ്റിനേക്കാൾ വേഗത്തിൽ തീരത്തേക്കടുത്തു. കടലമ്മ ചതിച്ചല്ലോ ദൈവമേ, ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്. എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ, വേഗം! ആരോ ഭയന്ന് നിലവിളിക്കുന്നത് കേട്ടാണ് ജഗൻ ഉറക്കമുണർന്നത്. ചാടി എഴുന്നേറ്റ് വീടിന് പുറത്തേക്ക് വന്നതും അവൻ കണ്ടത് ചുറ്റും കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിലൂടെ കുട്ടികളും മുതിർന്നവരുമെല്ലാം പ്രാണരക്ഷാർത്ഥം വീട് വിട്ട് ഓടുന്ന കാഴ്ചയായിരുന്നു. മോനെ, ഒരു നാൾ അപ്രതീക്ഷിതമായി ഇവിടെ ഒരു ദുരന്തം സംഭവിക്കും. അന്ന് നമ്മുടെ ഗ്രന്ഥപുരയിൽ ഞാൻ പ്രത്യേകമായി സൂക്ഷിച്ചു വെച്ച 5 പുസ്തകങ്ങൾ നീ എടുത്ത് ഭദ്രമായി വെക്കണം. എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവയാണത്. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ പറഞ്ഞ വാക്കുകൾ പെട്ടെന്ന് ജഗന്റെ കാതിൽ അലയടിച്ചു. അച്ഛൻ ആവശ്യപ്പെട്ട കാര്യം എന്ത് വില കൊടുത്തും സാധിക്കണമെന്ന ചിന്തയിൽ അവൻ ലൈബ്രറി ലക്ഷ്യമാക്കി കുതിച്ചു. ജഗ, അങ്ങോട്ട് പോവല്ലേ, അവിടെ ആകെ വെള്ളം കയറുകയാ! ആൾക്കൂട്ടത്തിൽ ആരോ തന്നോട് വിളിച്ചു പറയുന്നത് കേട്ടെങ്കിലും അവൻ പിന്മാറിയില്ല. വെള്ളം കയറിക്കിടന്ന ലൈബ്രറിയിൽ കഷ്ടപ്പെട്ട് അകത്ത് കയറി. മിക്ക പുസ്തകങ്ങളും നശിച്ചു തുടങ്ങിയിരുന്നു. എവിടെയായിരിക്കും അച്ഛൻ ആ പുസ്തകങ്ങൾ വെച്ചിരിക്കുക? പെട്ടെന്ന് അവന്റെ ശ്രദ്ധ ഇടതുവശത്തെ 5ാമത്തെ റാക്കിലെ സ്വർണ്ണ നിറമുള്ള പെട്ടിയിലുടക്കി. ജഗന്റെ മുഖത്ത് ആശ്വാസം. അവൻ ധൃതിയിൽ ആ സ്വർണ്ണപ്പെട്ടി തുറന്നു. അതെ, ഇതാണ് ആ പുസ്തകങ്ങൾ. പക്ഷെ ഇതിൽ 4 അല്ലേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞത് 5 എന്നാണല്ലോ. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ജഗൻ അവിടെയാകെ 5ാമത്തെ പുസ്തകത്തിനായി തിരയാൻ തുടങ്ങി. പെട്ടെന്ന് പുറത്തുനിന്നും രക്ഷാപ്രവർത്തകരുടെ സൈറൻ ശബ്ദം അവന്റെ ശ്രദ്ധ തിരിച്ചു. അവൻ പുറത്തേക്ക് നോക്കി. വെള്ളം നെഞ്ചോളം ഉയർന്നിരിക്കുന്നു. ഈ നിമിഷം തന്നെ പുറത്തേക്ക് പോയില്ലെങ്കിൽ ലൈബ്രറിക്കുള്ളിൽ താൻ മുങ്ങി മരിക്കുമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ മനസ്സാൽ അച്ഛനോട് മാപ്പ് പറഞ്ഞ് നിരാശയോടെ പുറത്തേക്ക് നീങ്ങി. അപ്പോഴാണ് അവന്റെ കണ്ണുകൾ വാതിലിനോട് ചേർന്ന ഭാഗത്തുള്ള അച്ഛന്റെ ഫോട്ടോയിലുടക്കിയത്. അതവിടെ ഉപേക്ഷിക്കാൻ അവന് മനസ്സ് വന്നില്ല. അതെടുക്കാൻ ശ്രമിച്ച അവന് തന്റെ മുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല. അത്ഭുതം! ആ ഫോട്ടോയ്ക്ക് പിന്നിൽ ഒരു ചെറിയ അറ. ജഗൻ വേഗം അതിന്റെ അടപ്പ് വലിച്ചു തുറന്നു. അതിനുള്ളിൽ ഒരു വലിയ പുസ്തകം. അതെടുത്ത് അവൻ പുറം ചട്ടയിലെ പേര് വായിച്ചു. ഡെസ്റ്റിനി. ഇതാണ് 5ാമത്തെ പുസ്തകമെന്ന് അച്ഛൻ ചെവിയിൽ പറയുന്നത് പോലെ അവന് തോന്നി. അതിന്റെ മുൻപേജിൽ ഗ്രന്ഥകർത്താവിന്റെ പേര് കാണാം. കാർത്തികേയൻ, ചരിത്ര ഗവേഷകൻ. അച്ഛനാണ് ഈ പുസ്തകം എഴുതിയത്. അച്ഛനൊരു എഴുത്തുകാരനായിരുന്നോ? പിന്നെന്തിനാ ഇത് രഹസ്യമാക്കി വെച്ചത്? അവനാകെ ആശയക്കുഴപ്പത്തിലായി. ആകാംക്ഷയോടെ അവൻ ആ പുസ്തകം തുറന്നു. കുത്തിയൊലിക്കുന്ന കടലിന് നടുവിൽ കൈകൾ ഉയർത്തി സഹായം യാചിക്കുന്നവരുടെ ചിത്രം. അതിന് താഴെ ഒരു തീയതിയും കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നത്തെ അതേ തീയതി. അച്ഛൻ മരിക്കുന്നതിന് എത്രയോ മുന്നേ എഴുതിയ പുസ്തകത്തിൽ ഇങ്ങനൊരു പ്രവചനോ? അവന് വിശ്വസിക്കാനായില്ല. പരിഭ്രമത്തോടെ അവൻ പേജ് മറിച്ചു. പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുന്ന ഒരു യുവാവിന്റെ ചിത്രം. ഇത് ഞാനാണോ? ഭയത്താൽ അവന്റെ ശരീരം തളരുന്നതുപോലെ അവന് തോന്നി. വിറയാർന്ന കൈകളോടെ അടുത്ത പേജ് മറിക്കാൻ തുടങ്ങിയതും അവന്റെ 5 ഇരട്ടി പൊക്കമുള്ളൊരു തിരമാല വന്ന് അവനെ മൂടിയതും ഒരുമിച്ചായിരുന്നു. ആർക്കും ഒരു പിടിതരാത്ത ഒന്നാണ് ഈ പ്രപഞ്ചം. സൂര്യൻ കേന്ദ്രമായ സൗരയൂഥത്തിലെ ഒരു ഗ്രഹം മാത്രമാണ് ഭൂമി. മറ്റു കോടാനുകോടി നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും നക്ഷത്രത്തിന് ചുറ്റും മറ്റൊരു സൗരയൂഥം ഉണ്ടാകുമോ? അവിടെ ഭൂമിക്ക് സമാനമായ ഒരു ഗ്രഹമുണ്ടാകുമോ? ഉണ്ട്. ഭൂമിയെപ്പോലെ മറ്റൊരു ഗ്രഹമുണ്ട്. കൗതുകമുണർത്തുന്ന മനുഷ്യരും അവരുടെ വിചിത്രമായ ജീവിത രീതികളും നിറഞ്ഞ ഒരു മായികാ ലോകമാണത്. ഭൂമിയിൽ നിന്നും വംശനാശം സംഭവിച്ച ജന്തുജാലങ്ങളും തൊട്ടാൽ വിരിയുന്ന പൂക്കളും മുത്തുകൾ നിറഞ്ഞ തടാകങ്ങളും 7 നിറങ്ങളുള്ള മഴവിൽ മലകളുമൊക്കെയായി ഒരു സാധാരണ മനുഷ്യന്റെ ഭാവനകൾക്കതീതമായ ആഗ്രഹം. കൈകാലുകളിലെ വിരലുകൾക്ക് ഒരേ വലിപ്പമാണെന്നതൊഴിച്ചാൽ അവിടുത്തെ മനുഷ്യർ ഏതാണ്ട് ഭൂമിയിലെ മനുഷ്യരെ പോലെ തന്നെയാണ്. പക്ഷേ അവർ അമാനുഷിക കഴിവുകൾ നിറഞ്ഞവരാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെ. സർവം മായ. ശാരീരിക ബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും മികച്ച മനുഷ്യൻ ആരെന്നവർ തീരുമാനിക്കുന്നത്. അവിടെ എല്ലാവരും അവരവരുടെ ശാരീരിക ക്ഷമതയുടെ അടിസ്ഥാനത്തിൽ 1, 2, 3, 4 എന്നിങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ റാങ്ക് ചെയ്യപ്പെട്ടിരുന്നു. മികച്ച പരിശീലനത്തിലൂടെ ഏറ്റവും ഉയർന്ന റാങ്കിലെത്താൻ അവരെല്ലാവരും പരസ്പരം മത്സരിച്ചുകൊണ്ടിരുന്നു. ആയതിനാൽ ഭൂമിയിലെ മനുഷ്യരപേക്ഷിച്ച് തലമുറകളായി ആരോഗ്യവാന്മാരും ശക്തരുമായിരുന്നു അവർ. ഏറ്റവും ശക്തരായി തീർന്നവർക്ക് മരണത്തെയും അതിജീവിച്ച് അമരത്വം സ്വീകരിക്കാം. ആ മായിക ലോകത്ത് പ്രശസ്തമായൊരു അക്കാദമിയുണ്ട്, സ്കൂൾ ഓഫ് മാജിക്. മന്ത്രവാദവും ആയോധന മുറകളും മറ്റുമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്.
ഒരു വിദ്യാർത്ഥിക്ക് അവിടെ പ്രവേശനം ലഭിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അധ്യാപകരാകാൻ അത്ര എളുപ്പമല്ല. കാരണം ഈ അക്കാദമിയിൽ വിദ്യാർത്ഥികളാണ് സ്വന്തം അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നത്. നിരവധി യോഗ്യതാ പരീക്ഷകളിൽ വിജയിച്ചാൽ മാത്രമേ മാജിക് അക്കാദമിയിൽ അധ്യാപകനാവാൻ സാധിക്കൂ. എല്ലാ വർഷവും ആനുവൽ ഡേയിൽ വിദ്യാർത്ഥികളെപ്പോലെ അധ്യാപകർക്കും മെറിറ്റ് ടെസ്റ്റ് നടത്താറുണ്ട്. ഇതിൽ ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾ തന്റെ അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നത്. അന്ന് അതുപോലൊരു ദിവസമായിരുന്നു. അധ്യാപകരുടെ യോഗ്യതാ പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരുന്നു. ഒരു വലിയ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. ഓഡിറ്റോറിയത്തിന്റെ ഗാലറി വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അക്കാദമി പ്രിൻസിപ്പൽ തരകൻ ഗാലറിയുടെ മുന്നിൽ സിംഹാസനം പോലെയുള്ള തന്റെ കസേരയിൽ വന്നിരുന്നു. അധ്യാപകരെല്ലാം അവരവരുടെ ഇരിപ്പിടത്തിനടുത്തായി ബഹുമാനപൂർവ്വം നിന്നു. സ്കൂൾ ഓഫ് മാജിക്കിലെ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്നാണ് വാർഷിക ദിനം, അതായത് അധ്യാപകരുടെ യോഗ്യതാ ദിനം. നിങ്ങളെല്ലാവരും തയ്യാറല്ലേ? തന്റെ ഘനഗാംഭീര ശബ്ദത്തിൽ പ്രിൻസിപ്പൽ തരകൻ അധ്യാപകരോടായി ചോദിച്ചു. അതെ സാർ, ഞങ്ങൾ തയ്യാറാണ്, അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. പ്രിൻസിപ്പൽ തരകൻ മത്സരം ആരംഭിക്കാൻ അനുവാദം നൽകി. പെട്ടെന്ന് തരകന്റെ മുന്നിൽ ഒരു പച്ച വെളിച്ചം തെളിഞ്ഞു വന്നു. ഒരു അധ്യാപകൻ വരാത്തതിനാലാണ് ഒഴിഞ്ഞുകിടക്കുന്ന കസേരയിൽ ആ വെളിച്ചം തെളിഞ്ഞത്. ആരാ വരാത്തത്? സമയനിഷ്ഠയുടെ കാര്യത്തിൽ കർക്കശക്കാരനായിരുന്ന തരകൻ ദേഷ്യത്തോടെ ചോദിച്ചു. സ്ഥിരം ആള് തന്നെയാണ് സാർ, എഡ്വിൻ എന്ന അധ്യാപകൻ എഴുന്നേറ്റ് നിന്ന് പരിഹാസത്തോടെ പറഞ്ഞു. ചേതനോ? അവന് യാതൊരു മാറ്റവുമില്ലേ? ഇത്രയും പ്രധാനപ്പെട്ട ദിവസം പോലെ അവന് സമയത്ത് വരാനാവില്ല. അവനെ വേഗം ഇവിടെ എത്തിക്കണം. ഇന്ന് തന്നെ അവന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമെടുക്കും, തരകൻ ദേഷ്യത്തോടെ അലറി. അത് കേട്ട് ഉടനെ എഡ്വിൻ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് പോയി. എഡ്വിനും ചേതനും കീരിയും പാമ്പും പോലെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ജയിക്കാനും സ്വന്തം പേര് നിലനിർത്താനും എന്തും കാണിക്കാൻ മടിയില്ലാത്തവനാണ് എഡ്വിൻ. പിള്ളേരെ, അവൻ എവിടെയെങ്കിലും കുടിച്ചു കിടക്കുന്നുണ്ടാവും. നിങ്ങളുടെ മാന്ത്രിക വടി ഉപയോഗിച്ച് പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണം. അനുസരണയോടെ വിദ്യാർത്ഥികൾ അവരവരുടെ മാന്ത്രിക വടികളാൽ ദിശ നോക്കി അവിടെ നിന്നും ഇറങ്ങി. ആള് വീട്ടിലുണ്ടെന്ന് തോന്നുന്നു, വാതിൽ തുറന്നു കിടക്കുന്നുണ്ടല്ലോ. ചേതന്റെ വീടിന് മുന്നിലെത്തിയ വിദ്യാർത്ഥികൾ അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉള്ളിൽ പ്രവേശിച്ചു. ഒരു വലിയ മുറിയുടെ നടുക്ക് 30-കാരനായ ചേതൻ നിലത്ത് കമിഴ്ന്നു കിടക്കുന്നു. അയാളുടെ സമീപത്തും വീട്ടിലാകെയും മദ്യക്കുപ്പികൾ ചിതറിക്കിടക്കുന്നുണ്ട്. കിടക്കുന്ന കണ്ടില്ലേ? ഇയാളൊരു അധ്യാപകൻ തന്നെ ആണോ? ഒരു ദിവസം പോലും ഈ മനുഷ്യനെ നമ്മൾ സ്വഭാവത്തിൽ കണ്ടിട്ടില്ല, മൂക്ക് പൊത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ പറഞ്ഞു. അതിലൊരുവൻ ബക്കറ്റിൽ വെള്ളമെടുത്ത് ചേതന്റെ ദേഹത്തെ കുഴിച്ചു. കുടിച്ച് ബോധമില്ലാതെ കിടന്നിരുന്ന ചേതൻ പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റ് കണ്ണുകൾ തിരുമ്മി. ഉറക്കച്ചടവിൽ പിറുപിറുത്ത് ചേതൻ പതിയെ എഴുന്നേറ്റു. അവന്റെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. വീഴാതിരിക്കാൻ അയാളെ ഒരു വിദ്യാർത്ഥി പിടിച്ചു നിർത്തി. സാറിനെ കൂട്ടിക്കൊണ്ടുവരാൻ പ്രിൻസിപ്പൽ പറഞ്ഞു വിട്ടതാ ഞങ്ങളെ. പ്രിൻസിപ്പൽ എന്ന് കേട്ടതും ചേതന് ചെറുതായി സ്ഥലകാലബോധം ഉണ്ടായി. അയ്യോ, ഞാൻ കിടന്നപ്പോ താമസിച്ചുപോയി. ഇന്നാണല്ലേ ആനുവൽ ഡേ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ചേതൻ ധൃതിയിൽ ഒരു കുപ്പി മദ്യം ഒറ്റ വലിക്ക് കുടിച്ച് വീടിന് പുറത്തേക്ക് നടന്നു. ഇയാളുടെ ലൂസായ നെറ്റും ബോൾട്ടും എഡ്വിൻ സാറിന് അഴിച്ചോളും. അതെ അതെ, ഇന്ന് എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കും. ആടിയാടിയുള്ള ചേതന നടപ്പ് കണ്ട് പിന്നാലെ നടന്ന വിദ്യാർത്ഥികൾ പരിഹസിച്ച് ചിരിച്ചു. ദേഷ്യപ്പെട്ടിരിക്കുന്ന പ്രിൻസിപ്പളുടെ മുന്നിലേക്ക് ചേതൻ നടന്നെത്തി. ഓഡിറ്റോറിയത്തിലുള്ളവരുടെ എല്ലാവരുടെ ശ്രദ്ധ അവനിലാണ്. അവരുടെ മുഖഭാവങ്ങളിൽ നിന്നും ചേതന് രംഗം വളരെ വഷളാന്ന് മനസ്സിലായി. സോറി സാർ, ഞാൻ കുറച്ചു വൈകി. ചേതൻ തലകുനിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു. നിന്നെ നിയമിച്ച തെറ്റിന് ഞാനാണ് അക്കാദമിയുടെ മാപ്പ് ചോദിക്കേണ്ടത്. ക്ഷമിക്കാവുന്നതിന്റെ മാക്സിമം ഞാൻ ക്ഷമിച്ചു. ഇനി നിന്റെ സേവനം ഇവിടെ ആവശ്യമില്ല. നിനക്ക് പോകാം. പ്രിൻസിപ്പലിന് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല. ചേതൻ ദയനീയ ഭാവത്തിൽ അയാളെ നോക്കി. എന്താ തുറിച്ചു നോക്കുന്നത്? പറഞ്ഞത് മനസ്സിലായില്ലേ? ഗെറ്റ് ഔട്ട്! പ്രിൻസിപ്പലിന്റെ അലർച്ചയിൽ ഓഡിറ്റോറിയം നിശബ്ദമായി. സാറിനറിയാലോ, ഒന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നല്ലോ സാർ. ഡിപ്രഷൻ താങ്ങാതെ വരുമ്പോഴാണ് ഞാൻ. ചേതൻ മടിയോടെ പറഞ്ഞു തുടങ്ങിയതും തരകൻ അവനെ തടഞ്ഞു. മതി, നിർത്ത്. ഈ കഥ കേട്ട് ഞാൻ മടുത്തതാണ്. നിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഒരു വിദ്യാർത്ഥി മരിച്ചു, എന്നിട്ടും ഞാൻ ക്ഷമിച്ചു. ഈ അക്കാദമിയിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ നീ ഇങ്ങനെ അധപ്പതിക്കാമോ? കുറ്റബോധം കാരണം ചേതന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. സാർ, ഇയാൾ ഈ അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാന്ന് പറയുന്നത് അക്കാദമിയുടെ പേരിന് തന്നെ കളങ്കമുണ്ടാക്കും. അവന്റെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു വാങ്ങി ഈ യൂസ്ലെസ്സിനെ ഇവിടുന്ന് പുറത്താക്കണം. അവസരം മുതലെടുത്ത് എഡ്വിൻ പറഞ്ഞു.
അയാളുടെ വാക്കുകൾ ചേതനെ പ്രകോപിതനാക്കി. ആരോടാ യൂസ്ലെസ്? ഈ ചേതൻ യൂസ്ലെസ് ആണെന്ന് ഇവിടെയുള്ള എല്ലാവരുടെ മുമ്പിൽ വെച്ച് താൻ തെളിയിച്ച ഞാൻ താൻ പറയുന്നത് പോലെ ചെയ്യാം. തനിക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ സ്റ്റേജിലിരുന്ന് കേമത്തരം പറയാതെ ഇറങ്ങി വന്ന് എന്നോട് മുട്ടി നോക്ക്. വെല്ലുവിളിക്കുമ്പോഴും ചേതന് തന്റെ കാലുകൾ നിലത്ത് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ചേതൻ, നീ മദ്യത്തിന്റെ ലഹരിയിലാണ് സംസാരിക്കുന്നത്. എഡ്വിൻ ആരാണെന്നും അയാളുടെ സൂപ്പർ പവറുകൾ എത്രത്തോളം ഉണ്ടെന്നും എല്ലാവർക്കും നന്നായി അറിയാം. വെറുതെ വെല്ലുവിളിക്കണ്ട. അധ്യാപകരിൽ ഒരാൾ അവനെ ഉപദേശിച്ചു. പക്ഷെ പിൻവാങ്ങാൻ ചേതൻ തയ്യാറായിരുന്നില്ല. തരകൻ സാർ, അവന്റെ കാര്യോർത്ത് സാർ ഇനി വിഷമിക്കണ്ട. ഇപ്പൊ തന്നെ ഒരു തീരുമാനമാക്കി തരാം ഞാൻ എന്നു പറഞ്ഞ് എഡ്വിൻ ചേതന്റെ മുന്നിലേക്ക് നടന്നു. ഇന്നത്തോടെ ഇതിനൊരു അവസാനം ഉണ്ടാവട്ടെ എന്ന് കരുതി തരകൻ അവർക്ക് മത്സരിക്കാൻ അനുവാദം നൽകി. അങ്കത്തട്ടൊരുങ്ങി ചേതനും എഡ്വിനും മുഖാമുഖം നിന്നു. ഇരുവർക്ക് ചുറ്റും ഒരു മാന്ത്രിക വലയം രൂപപ്പെട്ടു. ചേതൻ മുകളിലേക്കും താഴേക്കും കൈകൾ ചലിപ്പിച്ച് ഒരു പാമ്പിനെ പോലെ കൈകൾ കൂപ്പി മുകളിലേക്ക് ഉയർത്തി. മാന്ത്രിക സർപ്പത്തിന്റെ ശക്തി പ്രയോജനപ്പെടുത്താൻ അവൻ സജ്ജനായി. അവന്റെ കിങ് കോബ്ര മൂവ്. എഡ്വിൻ പുച്ഛത്തോടെ ചേതനെ നോക്കി ചിരിച്ചു. അയാളുടെ ശരീരത്തിനു ചുറ്റും ഒരു കൂറ്റൻ പരുന്തിന്റെ രൂപത്തിൽ നീല നിറത്തിലുള്ള ഒരു അഗ്നിഗോളം പ്രത്യക്ഷമായി. അയാൾ കൈകളും കാലുകളും ചുഴറ്റി തന്റെ ഈഗിൾ മൂവ് പുറത്തെടുത്ത് തയ്യാറായി നിന്നു. ബദ്ധവൈരികളുടെ യുദ്ധം കാണാൻ ഓഡിറ്റോറിയം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. ചേതൻ പതിയെ കൈകൾ വിടർത്തി വട്ടത്തിൽ കറക്കിക്കൊണ്ടിരുന്നു. കറക്കലിന്റെ വേഗം ഒരു കൊടുങ്കാറ്റിന്റെ പോലെയായി. ചേതന്റെ കയ്യിൽ ഒരു ചുവന്ന അഗ്നിഗോളം പ്രത്യക്ഷമായി. അതിന് 5 തലകളുള്ള ഒരു പാമ്പിന്റെ രൂപമായിരുന്നു. ഞൊടിയിടയിൽ ചേതൻ അത് എഡ്വിനെ ലക്ഷ്യമാക്കി അയച്ചു. ഏവരും ആവേശഭരിതരായി. എഡ്വിനു നേരെ ചേതൻ ഒന്നിനു പുറകെ ഒന്നായി പ്രഹരം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ എഡ്വിന്റെ മാന്ത്രികതയെ മറികടന്ന് അവനൊന്നും ചെയ്യാനായില്ല. എഡ്വിൻ തന്റെ 5 വിരലുകളും ചുരുട്ടി ഒരു ശക്തമായ മൂവിലൂടെ ചേതന്റെ നെഞ്ചിൽ മിന്നൽ വേഗത്തിൽ പ്രഹരിച്ചു. അടിയുടെ ശക്തി താങ്ങാനാവാതെ അവൻ മാന്ത്രിക വലയത്തിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണു. ഓഡിറ്റോറിയം ഒന്നടങ്കം കൈയടിച്ച് ആർപ്പ് വിളിച്ചു, എഡ്വിൻ സാർ, എഡ്വിൻ സാർ! മദ്യലഹരിയിലായിരുന്ന ചേതന് എത്ര ശ്രമിച്ചിട്ടും എണീക്കാനായില്ല. എഡ്വിൻ തന്റെ എല്ലാ ശക്തികളും ഉപയോഗിച്ച് മാന്ത്രിക വലയത്തിന് പുറത്തായ ചേതന്റെ കോബ്ര ഫയറിനെ സ്വന്തമാക്കി. ഇപ്പോൾ അയാൾക്ക് സ്വന്തം ശക്തിയോടൊപ്പം ചേതന്റെ ശക്തിയുമുണ്ട്. തന്റെ ആകെയുള്ള സൂപ്പർ പവറും നഷ്ടമായ ചേതൻ എഴുന്നേറ്റില്ല. അവന്റെ ബോധം ഏതാണ്ട് നഷ്ടമായിരുന്നു. 3 അവസരങ്ങൾ നൽകിയിട്ടും പരാജിതനായ ചേതന് 0 മാർക്കാണ് ലഭിച്ചത്. അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു അധ്യാപകന് 0 മാർക്ക്. എല്ലാവരും കൈകൊട്ടിച്ചിരിച്ചു. പ്രിൻസിപ്പൽ ചേതന്റെ അടുത്തേക്ക് പോയി. കൂടുതലൊന്നും ഇനി പറയണ്ടല്ലോ, നിനക്ക് പോകാം, തരകൻ പറഞ്ഞു. സാർ, 1 മിനിറ്റ്. തളർന്ന ശബ്ദത്തിൽ ചേതൻ തരകനോട് പറഞ്ഞു. എല്ലാവരും ചേതനെ നോക്കി. തോൽവി ഞാൻ സമ്മതിക്കുന്നു സാർ. പക്ഷേ സാറിന് എന്നെ പുറത്താക്കാൻ കഴിയില്ല. ഈ അക്കാദമിയുടെ നിയമം അനുസരിച്ച് ഒരു പ്രൊഫസർക്ക് ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ പോലും ഇവിടെ തുടരാമെന്നല്ലേ? എഴുന്നേൽക്കാൻ ശ്രമിക്കവേ ചേതൻ ചോദിച്ചു. ഓ, നിനക്ക് നിയമമൊക്കെ അറിയാലേ? പറഞ്ഞത് ശരിയാണ്. പക്ഷേ നിനക്കൊരു സ്റ്റുഡന്റ് പോലും ഇല്ലല്ലോ. എനിക്കൊരു ദിവസം സമയം തരൂ സാർ. ഞാനൊരു കുട്ടിയെങ്കിലും എന്റെ കീഴിൽ ചേർത്തിരിക്കും. അല്ലാത്ത പക്ഷം ഞാൻ തന്നെ പൊക്കോളാം. ഇതെന്റെ അവസാനത്തെ അപേക്ഷയാണ്. നെഞ്ചിൽ കൈവച്ച് ചേതൻ പറഞ്ഞു. നിന്നെ വിശ്വസിനി ആര് വരാൻ? സാർ പ്ലീസ്, ഒരു ദിവസത്തെ സാവകാശം മതി, ചേതൻ കെഞ്ചി. ഒടുവിൽ മറ്റു വഴികളില്ലാതെ പ്രിൻസിപ്പലിന് സമ്മതിക്കേണ്ടി വന്നു. ചേതന് അത് വലിയ ആശ്വാസമായെങ്കിലും എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ലായിരുന്നു. അക്കാദമിയിൽ നിന്നും വീട്ടിലെത്തി ചേതൻ ഒരുപാട് മദ്യപിച്ചു. അവൻ ഏറ്റവും അപമാനിതനായ ദിവസമായിരുന്നു അത്. ശേഷം തെല്ലും ബോധമില്ലാതെ വീടിനടുത്ത പുഴയരികിലൂടെ അവൻ നടന്നു. ചേതന്റെ മനസ്സാകെ വിങ്ങുന്നുണ്ടായിരുന്നു. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ അവന് തോന്നിപ്പോയി. അപ്പോഴാണ് അക്കാദമിയിലെ കുറച്ച് വിദ്യാർത്ഥികൾ ആ വഴി വരുന്നതായി അവൻ ശ്രദ്ധിച്ചത്. പിള്ളേരെ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അവിടെ നിന്ന് അയാൾ മുന്നോട്ട് നീങ്ങിയതും കാലുകളിടറി. ഉഗ്രശബ്ദത്തോടെ അയാൾ പുഴയിൽ വീണു. മദ്യലഹരിയിലായിരുന്നതിനാൽ നീന്താൻ അവനായില്ല. ശ്വാസം കിട്ടാതെ അവൻ പൂർണ്ണമായും നദിയിലേക്ക് മുങ്ങിത്താഴ്ന്നു. ചേതൻ അടിയൊഴുക്കിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കിയൊരു വിദ്യാർത്ഥി പുഴയിലേക്ക് എടുത്തു ചാടി. കുറച്ചു കഴിഞ്ഞതും ചേതന്റെ തലമുടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ ഉയർന്നു വന്നു. അബോധാവസ്ഥയിലായിരുന്ന ചേതനെ അവർ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചു. അക്കാദമി പ്രൊഫസർമാരും പ്രിൻസിപ്പൽ തരകനും അവിടെ എത്തി. ഡോക്ടർ, ചേതൻ എങ്ങനെയുണ്ട്? പ്രിൻസിപ്പൽ
പരിഭ്രമത്തോടെ ചോദിച്ചു. വെള്ളത്തിൽ വീഴവേ അയാളുടെ തല കല്ലിലോ മറ്റോ ശക്തമായി ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വളരെയേറെ ശ്രമിച്ചു, പക്ഷേ രക്ഷിക്കാനായില്ല. ക്ഷമിക്കണം. ഡോക്ടർ മറുപടി നൽകി. തരകൻ അത് കേട്ട് ഞെട്ടി. എന്തു പറയണമെന്നറിയാതെ അയാൾ അസ്വസ്ഥനായി. എന്നാൽ ചേതന്റെ മരണവാർത്ത എഡ്വിനെ സന്തോഷിപ്പിച്ചു. ചേത, നീ ജീവിക്കുന്നതിന് നല്ലത് മരിക്കുന്നത് തന്നെയാ, അയാൾ മനസ്സിൽ പറഞ്ഞു. അതേസമയം ഭൂമിയിൽ ജഗൻ വെള്ളത്തിനടിയിൽ തന്റെ ജീവനു വേണ്ടി പിടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും അവൻ 5ാമത്തെ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ജഗന്റെ കയ്യിലിടുന്ന പുസ്തകം മിന്നിത്തിളങ്ങി. പുസ്തകത്തിനുള്ളിൽ നിന്ന് ഒരു സ്വർണ്ണ വെളിച്ചം ഉയർന്നു വന്നു. എങ്ങും സ്വർണ്ണ നിറം മാത്രം. അവന്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു. ശരീരം നിശ്ചലമായി. മരണം. ജഗന്റെ ആത്മാവ് ഒരു നുറുങ്ങുവെട്ടമായി ശരീരം വിട്ടുയർന്നു. അത് വളരെ വേഗത്തിൽ ആകാശത്തിലെ മേഘങ്ങൾക്കിടയിലൂടെ പ്രകാശദൂരങ്ങൾ സഞ്ചരിച്ചു. എങ്ങും കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണ്ണ നിറം. പെട്ടെന്നൊരു പടികൂറ്റൻ ഒരു സ്വർണ്ണവാതിൽ തുറന്നു വന്നു. ആ നുറുങ്ങുവെട്ടം വാതിലിനുള്ളിലേക്ക് നീങ്ങി. അതേസമയം മായിക ലോകത്ത് ചേതന്റെ മൃതദേഹം ഒരു പ്രത്യേക മുറിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അച്ഛാ എന്നൊരു വലിയ നിലവിളിയോടെ ജഗൻ പിടഞ്ഞെണീറ്റു. അവൻ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. ലൈബ്രറിയിൽ തിരമാലകൾക്കിടയിൽപ്പെട്ട് ശ്വാസത്തിനായി പിടയുന്നതായിരുന്നു അവന്റെ അവസാനത്തെ ഓർമ്മ. ഇപ്പോഴിതാ താൻ ഏതോ മുറിയിൽ കിടക്കുന്നു. ഇതെവിടെയാ? അപ്പൊ ഞാൻ മരിച്ചില്ലേ? കണ്ണുകൾ നന്നായി തിരുമ്മിക്കൊണ്ട് അവൻ ചുറ്റും നോക്കി. ഒരു കടലാസിൽ എന്തോ കുറിച്ചുകൊണ്ട് മുറിയിൽ കയറിയ ഡോക്ടർ തല ഉയർത്തി നോക്കിയതും ആശ്ചര്യം കാരണം അയാളുടെ കണ്ണുകൾ വിടർന്നു. ഇതാരാ? ജഗൻ ചിന്തിച്ചു. നിങ്ങൾ ആരാണ്? എന്നെ എന്തിനാ കിടത്തിയിരിക്കുന്നത്? ചേതന്റെ ശബ്ദം കേട്ട് ഡോക്ടർ പേടിച്ചു. അല്പം മുമ്പ് മരിച്ചുവെന്ന് താൻ ഉറപ്പുവരുത്തിയ ചേതൻ തന്നെയാണോ തന്നോട് ഇപ്പോൾ സംസാരിച്ചത്? ഇനി തനിക്ക് തെറ്റുപറ്റിയതാണോ? തന്നോടാണ് ഞാൻ ചോദിച്ചത്. ഞാനിത് എവിടെയാ? ഡോക്ടറുടെ അങ്കലാപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ജഗൻ വീണ്ടും ചോദിച്ചു. മിറാക്കിൾ, ചേതൻ മരിച്ചിട്ടില്ല. കയ്യിലുള്ള കടലാസുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഡോക്ടർ പുറത്തേക്കോടി. ഏത് ചേതൻ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ജഗന് ഒന്നും മനസ്സിലായില്ല. ഇനി എന്നെ തന്നെയാണോ അയാൾ ഉദ്ദേശിച്ചത്? എടോ, എന്റെ പേര് ചേതന്നല്ല, ജഗൻ. ജഗനാണ് ഞാൻ. അവൻ പുറത്തേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ജഗനി മായിക ലോകത്ത് പുനർജനിക്കാൻ കാരണം എന്തായിരിക്കും? ഡെസ്റ്റിനി പുസ്തകമായിരിക്കുമോ ജഗനിയുടെ എത്തിച്ചത്? അതോ മറ്റെന്തെങ്കിലും? പ്രിൻസിപ്പൽ സാർ, ചേതൻ മരിച്ചിട്ടില്ല. ഡോക്ടറുടെ അലർച്ച ആ കെട്ടിടമാകെ അലയടിച്ചു. നിമിഷ നേരം കൊണ്ട് ചേതന്റെ മുറി ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. എല്ലാവരും ഒരുപോലെ ഞെട്ടലിലായിരുന്നു. നിങ്ങളൊക്കെ ആരാ? എന്തിവിടെ നടക്കുന്നേ? ജഗൻ എല്ലാവരോടുമായി ചോദിച്ചു. അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. മരിച്ചുപോയ നീ എങ്ങനെയാണ് ജീവനോടെ ഇരിക്കുന്നത്? ആശ്ചര്യം വിട്ടുമാറാതെ അവർ മറുപടി പറഞ്ഞു. ദൈവമേ, ഞാൻ മരിച്ചില്ലേ? അപ്പോ സുനാമി വന്നതോ? ഞാൻ ലൈബ്രറിയിൽ വെച്ച് വെള്ളത്തിൽ മുങ്ങി ശ്വാസം കിട്ടാതെ പിടഞ്ഞതോ? അതൊക്കെ ഒരു സ്വപ്നമായിരുന്നോ? അവൻ ചിന്തിച്ചു. ചേതൻ, നിന്നെ വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. എല്ലാവരെയും മറികടന്ന് പ്രിൻസിപ്പൽ തരകൻ മുന്നിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ചേതനോ? സാർ, ഞാൻ ചേതനല്ല. നിങ്ങൾക്ക് ആള് മാറിയതാണ്. എനിക്ക് എന്റെ വീട്ടിൽ പോണം. ഇതെവിടെയാ സ്ഥലം? ചേതൻ, വീഴ്ചയുടെ ആലസ്യം ഇനിയും മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്ന് നന്നായി റെസ്റ്റ് എടുക്കുക. പിന്നെ രാവിലെ പറഞ്ഞതിൽ മാറ്റമില്ല. ഒരു കുട്ടിയെ നിന്റെ കീഴിൽ ചേർത്തേ പറ്റൂ. മറക്കണ്ട, ഡീൽ ഈസ് ഡീൽ. മറക്കണ്ട, ടേക്ക് കെയർ. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൽ അവിടെ നിന്നും പോയി. അപ്പോഴാണ് ചേതന്റെ ഉറ്റ സുഹൃത്തും മാജിക് അക്കാദമിയിലെ പിയൂണുമായ അലക്സ് അവിടേക്ക് വന്നത്. ചേതൻ, നീ ഓക്കെ അല്ലടാ? നിന്നെ കണ്ടപ്പോഴാ എന്റെ ശ്വാസം നേരെയത്. നിന്റെ ഒരു കുടി. ഇന്ന് നീ ഇത് അവസാനിപ്പിച്ചോളണം. അവന്റെ പരിഭ്രമം ഇനിയും മാറിയിട്ടില്ലായിരുന്നു. ആരാണീ ചേതൻ? എന്നെ നോക്കി എല്ലാവരും എന്താ ഒരേ കാര്യം പറയുന്നത്? ജഗന്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി. കുടിച്ച് ബോധമില്ലാതെ എന്തിനാ പുഴക്കരയിൽ പോയത്? വേറെവിടെയോ നോക്കിയിരുന്ന ചേതന്റെ കൈ പിടിച്ചു കുലുക്കിക്കൊണ്ട് അലക്സ് ചോദിച്ചു. അപ്പോഴാണ് ചേതൻ അവന്റെ കൈവിരലുകൾ ശ്രദ്ധിക്കുന്നത്. 5 വിരലുകൾക്കും ഒരേ വലിപ്പമായിരുന്നു. പരന്നു തടിച്ച് നീളം കുറഞ്ഞ അലക്സിന്റെ രൂപവും അല്പം വ്യത്യസ്തമായിരുന്നു. നമ്മളെപ്പോലൊക്കെ തന്നെ. പക്ഷെ ഇവിടെ എല്ലാവരും കുറച്ച് വ്യത്യസ്തരാണല്ലോ. ഇതേതാ രാജ്യം? ഇനി വല്ല ഗുഹാമനുഷ്യരുടെ ഇടയിലെങ്ങാനോ ആണോ?
എവിടെയോ എന്തോ പന്തികേട് തോന്നിയ ജഗൻ ചാടി എഴുന്നേറ്റു. ആരാണ് നിങ്ങളൊക്കെ? ഞാനിത് എവിടെയാണ്? എനിക്ക് എന്റെ വീട്ടിൽ പോണം. പരിഭ്രാന്തിയോടെ അവൻ ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. നിനക്കിത് എന്തു പറ്റി? സത്യം പറടാ, ഇന്നലെ നീ വല്ല പുതിയ ബ്രാൻഡോ മറ്റോ ട്രൈ ചെയ്തോ? ആകെ മൊത്തൊരു കിളിപോയ അവസ്ഥയാണല്ലോ. ജഗന്റെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് അലക്സ് പറഞ്ഞു. അലക്സിൽ നിന്ന് കൈ വിടുവിപ്പിക്കാൻ നോക്കവേ ചേതൻ തന്റെ വിരലുകൾ കണ്ട് ഞെട്ടിപ്പോയി. എന്റെ വിരലുകൾ എന്താ ഇങ്ങനെ? അലക്സിന്റെ കൈവിരലുകൾ പോലെ തന്നെയാണ് തന്റെ വിരലുകളും എന്ന തിരിച്ചറിവിൽ അവൻ സ്തംഭിച്ചു നിന്നു. അവൻ തന്റെ വിരലുകൾ മാറി മാറി നോക്കി. പരിഭ്രമത്തോടെ തലയുയർത്തി നോക്കിയതും മുറിയിലെ കണ്ണാടിയിൽ അവൻ അവന്റെ രൂപം കണ്ടു. അവന്റെ ശരീരം അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. ദൈവമേ, ആരാണത്? എന്റെ മുഖത്തിന് എന്തു പറ്റി? ഇതേതാ സ്ഥലം? മറ്റൊരു ലോകമാണോ? അതോ എന്റെ പുനർജന്മമാണോ അത്? അങ്ങനെയെങ്കിൽ ഞാനൊരു കൊച്ചുകുട്ടിയായല്ലേ ജനിക്കേണ്ടത്? ഈ തടിയന്റെ ശരീരത്തിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? ജഗൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലെത്തി. കടൽക്ഷോഭവും ലൈബ്രറി മുങ്ങിപ്പോയതും അച്ഛന്റെ അവസാന വാക്കുകളും പെട്ടെന്ന് അവന്റെ മനസ്സിൽ മുഴങ്ങിക്കേക്കുന്നതായി തോന്നി. അച്ഛന്റെ പുസ്തകം എവിടെ? ഡെസ്റ്റിനി, അതിനെന്ത് സംഭവിച്ചു? ഞൊടിയിടയിൽ അവന്റെ കൺമുന്നിൽ എല്ലാം നിശ്ചലമായി. കണ്ണുകൾ താനെ അടഞ്ഞു. എങ്ങും സ്വർണം നിറം മാത്രം. അതിനിടയിലൂടെ ഡെസ്റ്റിനി പുസ്തകം തെളിഞ്ഞു വന്നു. ഡെസ്റ്റിനി, ഇതൊരു സാധാരണ പുസ്തകമല്ലല്ലോ. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇനി ഡെസ്റ്റിനിയാണോ? എന്റെ മനസ്സിൽ എങ്ങനെ ഇതെല്ലാം വരുന്നത്? ജഗൻ, ഇതു നിന്റെ പുനർജന്മമാണ്. ഇനി നീ കാണാനും അറിയാനും പോകുന്ന കാര്യങ്ങളെല്ലാം ഇതുവരെ നീ അനുഭവിച്ചതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരിക്കും. കാരണം ഇത് ഭൂമിയല്ല. ഇവിടുള്ളവർ സാധാരണ മനുഷ്യരുമല്ല. ഈ ലോകത്തിലേക്ക് നീ എന്തിനാണ് എത്തിച്ചേർന്നതെന്നും എന്തിനാണ് ഈ ശരീരത്തിൽ പ്രവേശിച്ചതെന്നും കാലം നിനക്ക് മുന്നിൽ തുറന്നു കാണിക്കും. നിന്റെയും ഈ മായിക ലോകത്തിന്റെയും നിലനിൽപ്പ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇവിടമാണ് നിന്റെ വീട്. ഇനി നീ ജഗനല്ല, ചേതനാണ്. ചേതൻ. പുസ്തകത്തിൽ നിന്നും അശരീരി ഉയർന്നത് കേട്ട് അവൻ പരിഭ്രാന്തനായി. വിശ്വസിക്കാനാവുന്നില്ലെങ്കിലും ഇവിടെ നടന്നത് ഒന്നും സ്വപ്നമല്ല എന്ന സത്യം ജഗന് മനസ്സിലായി. അവൻ തന്റെ മനസ്സിനെ ശാന്തമാക്കി. ഡെസ്റ്റിനി പുസ്തകം അപ്രത്യക്ഷമായി. പതിയെ അവന്റെ കണ്ണുകൾ തുറന്നപ്പോൾ അലക്സ് മുമ്പിലിരിക്കുന്നത് കണ്ടു. എന്താ ചേതൻ, ആർ യു ഓക്കേ നൗ? അലക്സ് അവനോട് ചോദിച്ചു. ചേതൻ മറുപടി പറഞ്ഞില്ല. ഡാ, നീ എന്തോന്നും പറയാതെ? വെള്ളത്തിൽ വീണപ്പോ നിന്റെ തലയ്ക്കെന്തെങ്കിലും പറ്റിയോ? ചേതനെ കുലുക്കിക്കൊണ്ട് അലക്സ് ചോദിച്ചു. ആ സമയത്ത് ഡോക്ടർ റൂമിലേക്ക് വന്നു. ചേതൻ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ കരിയറിൽ ആദ്യത്തെ അനുഭവമാണത്. എന്തായാലും ഇന്ന് തന്നെ വീട്ടിൽ പൊക്കോളും. ഇപ്പോഴുള്ള അസ്വസ്ഥതകളൊക്കെ മാറിക്കോളും. ഡോക്ടർ പറയുന്നത് യാന്ത്രികമായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ചേതൻ. കണ്ണ് മിഴിച്ചിരിക്കാതെ വാ, വീട്ടിൽ പോവാം. അലക്സ് അവന്റെ കൈപിടിച്ച് മെല്ലെ നടത്തിച്ചു. ആശുപത്രിയുടെ പുറത്തെ ലോകം അവന്റെ ചിന്തകൾക്ക് അതീതമായിരുന്നു. അവനൊരു കൊച്ചുകുഞ്ഞിനെ പോലെ ചുറ്റും കൗതുകത്തോടെ നോക്കി നടന്നു. മരം കൊണ്ടുണ്ടാക്കിയ വലിയ ഒറ്റചക്രമുള്ള ഒരു രൂപത്തിന്റെ അടുത്തേക്കാണ് അലക്സ് അവനെ കൂട്ടിക്കൊണ്ടുപോയത്. അതൊരു ഡിജിറ്റൽ കാറാണെന്ന് പിന്നീടാണ് അവന് മനസ്സിലായത്. തന്റെ കുറിയ വിരലുകൾ മാത്രം വെച്ച് അലക്സ് അത് ഓടിക്കുന്നത് ആശ്ചര്യത്തോടെ അവൻ നോക്കി നിന്നു. പച്ച നിറമുള്ള ആകാശവും കടും ചുവപ്പ് നിറങ്ങളുള്ള ചെടികളും മഴവിൽ മലകളും നിറഞ്ഞ ഒരു പുതിയ ലോകം ജഗന്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു. ഡ്രാഗൺ ആകൃതിയിലുള്ള ചെറിയ പക്ഷികൾ ആകാശത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു നടക്കുന്നുണ്ടായിരുന്നു. ഭൂമിയേക്കാൾ 10 മടങ്ങ് സുന്ദരമാണിവിടം, അവൻ ചിന്തിച്ചു. വഴിയിൽ കണ്ട വീടുകൾക്കെല്ലാം ഒരേ ആകൃതിയായിരുന്നു. ഒറ്റനോട്ടത്തിൽ ഏതോ ഒരു ഭീമൻ പക്ഷി ഇട്ട മുട്ട പോലെ ജഗന് തോന്നി. വീടെത്തി, ഇറങ്ങ്. അലക്സ് വണ്ടി നിർത്തി. ജഗൻ പതിയെ കാറിൽ നിന്ന് ഇറങ്ങി നിന്നു. മുമ്പിലായി ഗോളാകൃതിയിലുള്ള 5 വീടുകളുണ്ടായിരുന്നു. അയ്യോ, ഇതിലേത് വീട്ടിലേക്കാണ് പോവേണ്ടത്? ചേതന്റെ വീട് അതിലേതാണെന്നറിയാത്ത ജഗൻ ആശങ്കയിലായി. ആ, ഒരു വഴിയുണ്ട്, അവൻ ചിന്തിച്ചു. അയ്യോ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, കാലുകൾ വേദനിക്കുന്നു. തന്റെ കാലുകൾ പിടിച്ച് നിലത്തേക്കിരുന്ന് അവൻ വേദന അഭിനയിച്ചു. അയ്യോ, പെട്ടെന്ന് എന്തു പറ്റി? ഇവിടെ എത്തുന്നവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അലക്സ് ചോദിച്ചു. അറിയില്ല, എന്റെ കാലിന് നല്ല വേദന, നടക്കാനാവുന്നില്ല. നീ എന്നെ ഒന്ന് വീട് വരെ എത്തിക്കോ? ശരി വാ, ഞാനാക്കി തരാം.
ഐഡിയേറ്റ സന്തോഷത്തിൽ ഉള്ളിൽ അവൻ ചിരിച്ചു. അലക്സ് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീടിന് അടുത്തേക്ക് നടന്നു. ആകെ അലങ്കോലമായി കിടക്കുന്ന വീട് കണ്ട് ജഗൻ അറപ്പു തോന്നി. അവൻ മുഖം ചുളിച്ചു. എന്താടാ വൃത്തികെട്ടൊരു റിയാക്ഷൻ? നിന്റെ വീട് നീ മറന്നോ? അവന്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് അലക്സ് ചോദിച്ചു. ഏയ് ഇല്ല, ഞാൻ വെറുതെ. എന്നാ നീ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയി നാളെ രാവിലെ വരാം. അലക്സ് അവിടെ നിന്നും പോയി. അരികിലെ ഉരുണ്ട തടി സോഫയിൽ അവനിരുന്നു. അവൻ ആകെ അവശനായിരുന്നു. പഴയ കാര്യങ്ങൾ ഓർക്കാൻ അവൻ ശ്രമിച്ചു. പെട്ടെന്ന് അവന്റെ ശ്രദ്ധ മുറിയിലെ ഒരു പൊട്ടിയ കണ്ണാടിമേലായി. അവൻ അതെടുത്ത് സ്വന്തം രൂപം നോക്കി. എനിക്ക് നീ ആരാണെന്നറിയില്ല. ഇതെന്റെ അച്ഛൻ എനിക്ക് തന്ന 2ാം ഊഴമാണ്. എന്റെ മരണത്തിന്റെയും പുനർജന്മത്തിന്റെയും ഒക്കെ പുറകിൽ ശക്തമായ എന്തോ കാരണമുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആ, എല്ലാം കാലം തെളിയിക്കട്ടെ. ഇന്നു മുതൽ ഞാൻ നീയായിരിക്കും ചേതൻ. കണ്ണാടി നോക്കി ഏറെ നേരം ഇരുന്ന ചേതൻ അറിയാതെ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് ഉറക്കമിണീറ്റ അവൻ വീടിന് പുറത്തേക്കിറങ്ങി പച്ച നിറമുള്ള ആകാശത്തേക്ക് നോക്കി നിന്നു. അവൻ എന്തെന്നറിയാത്ത ഒരു ഉന്മേഷം അനുഭവപ്പെട്ടു. അപ്പോഴാണ് തന്നെ ആരോ വിളിക്കുന്നത് പോലെ അവന് തോന്നിയത്. ചേതൻ, എങ്ങനെയുണ്ടടാ? വീടിന് മുന്നിൽ കാർ നിർത്തി അലക്സ് അവനോട് ചോദിച്ചു. ഇപ്പൊ എന്നെ നോക്കി നീ തന്നെ പറഞ്ഞേ, എങ്ങനെയുണ്ട് എന്നെ കാണാൻ? അവനിലെ പുത്തൻ പ്രസരിപ്പ് അലക്സിനെ ആശ്ചര്യപ്പെടുത്തി. ഇന്നലെ വരെ കണ്ട വഷളം ചേതനല്ല, കണ്ടില്ലേ, ഇത് പുതിയ ചേതന, ചേതൻ 2.0. ഇതെന്തൊരു മാറ്റം, അതും ഒറ്റ രാത്രി കൊണ്ട്. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത് മോനെ. ചേതൻ ആരാണെന്ന് ഈ ലോകത്തെ കാണിക്കും ഞാൻ, ആത്മവിശ്വാസത്തോടെ അവൻ പറഞ്ഞു. അല്ലെങ്കിലും നീ ആരാണെന്ന് കാണിച്ചേ പറ്റുള്ളൂ. ചുമ്മാ ഡയലോഗ് അടിക്കാതെ ഒരു വിദ്യാർത്ഥിയെ ചേർത്ത് സ്വന്തം പണി കളയാൻ നോക്ക്, അലക്സ് അവനോട് പറഞ്ഞു. ആ മതി മതി, നീ വണ്ടി എടുക്ക്. ചേതൻ, തമാശയല്ല. നിനക്കിപ്പോ മാന്ത്രിക ശക്തികൾ ഒന്നും തന്നെയില്ല. മാത്രമല്ല, നിന്റെ ശാരീരിക ക്ഷമത ലെവൽ 3 ആണ്. അതുകൊണ്ട് നിന്റെ അടുത്ത് വരുന്ന വിദ്യാർത്ഥികൾ പോലും നിന്നേക്കാൾ ബലവാന്മാരായിരിക്കും. കള്ളം പറഞ്ഞിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഒരു വിദ്യാർത്ഥിയെ ചേർക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ നിന്റെ പണി തെറിക്കും, അലക്സ് ഉപദേശിച്ചു. മാന്ത്രിക ശക്തിയോ? അതെന്താ? അമ്പരപ്പോടെ ചേതൻ ചോദിച്ചു. ഒരെണ്ണം തന്നാലുണ്ടല്ലോ, ഇന്നലെ നിന്റെ തലയ്ക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. തൽക്കാലം നീ വേറൊന്നും ചിന്തിക്കണ്ട, വേഗം പോയി ഒരു വിദ്യാർത്ഥിയെ ചേർക്കാൻ നോക്ക്. നിമിഷങ്ങൾക്കകം അവർ സ്കൂൾ ഓഫ് മാജിക്കിൽ എത്തിച്ചേർന്നു. ചേതൻ അത്ഭുതത്തോടെ ചുറ്റും നോക്കി. അന്തരീക്ഷത്തിൽ എങ്ങും പൊങ്ങിക്കിടക്കുന്ന കൽത്തൂണുകൾ. എന്തായിരിക്കും അതെന്ന് ആശ്ചര്യത്തോടെ ചിന്തിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. അവന്റെ മുന്നിൽ 3 വാതിലുകൾ തുറക്കപ്പെട്ടു. ഒരു നിമിഷം ആലോചിച്ച് ചേതൻ ഇടതുവശത്തേക്ക് തിരിഞ്ഞു. ഇവനെ ഞാൻ... നീ ആ വഴിക്ക് അങ്ങോട്ടാ, ടീച്ചേഴ്സ് റൂം നേരെയല്ലേ? അലക്സ് പെട്ടെന്ന് ചേതന്റെ കയ്യിൽ പിടിച്ചു നിർത്തി. ആ ശരിയാ, പെട്ടെന്ന് തെറ്റിപ്പോയി, ഒരു പരുങ്ങലോടെ പറഞ്ഞുകൊണ്ട് അവൻ ഉള്ളിലേക്ക് കയറി. അലക്സ് ഓഫീസ് മുറിയിലേക്ക് പോയതോടെ തനിച്ചായ ചേതൻ തന്റെ മുറി നോക്കി വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന കോണിപ്പടികളിലൂടെ മുന്നോട്ട് പോയി. പടിക്കെട്ടിന് ഇരുവശവും ഒരുപാട് മുറികളുണ്ടായിരുന്നു. എല്ലാ മുറികളും ഒരുപോലെ ഉണ്ടല്ലോ, ഇതിലേതാ ചേതന്റെ? സംശയത്തോടെ അവൻ മുന്നോട്ട് നടന്നു. അടുക്കും ചിട്ടയുമുള്ള ഒരുപാട് മുറികളുടെ ഇടയിൽ പൊടി പിടിച്ച് ആകെ വൃത്തികേടായി കിടക്കുന്ന ഒരു മുറി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ, ഇത് തന്നെ ചേതന്റെ മുറി. അവന്റെ വീടിന്റെ കോലം ഞാൻ കണ്ടാണല്ലോ, വൃത്തികേട്ടവൻ. ചിരിച്ചുകൊണ്ട് ചേതൻ അകത്തേക്ക് കയറി. അലങ്കോലമായി കിടന്ന ആ മുറി വളരെ കഷ്ടപ്പെട്ട് അവൻ വൃത്തിയാക്കി. അലക്സ് പറഞ്ഞതുപോലെ ഒരു സ്റ്റുഡന്റിനെ കിട്ടാൻ എന്താ വഴി? ഇവിടത്തെ രീതികളൊന്നും എനിക്കറിയില്ലല്ലോ. ചേതൻ ചിന്തിച്ചിരിക്കെ, എക്സ്ക്യൂസ് മീ സർ, ലിൻഡ മാമിന്റെ റൂം എവിടെയാ? ഒരു വിദ്യാർത്ഥിനി അവിടേക്ക് വന്നു. ലിൻഡ മാം? ഓ, നമ്മുടെ ലിൻഡ മാം. എന്താ കാര്യം? അവർ ആരാണെന്ന് അറിയില്ലെങ്കിലും അത് ഭാവിക്കാതെ ചേതൻ മറുപടി പറഞ്ഞു. സാർ, ഞാൻ അവരുടെ കീഴിൽ ചേരാൻ വന്നതാ. പുതിയ അഡ്മിഷനാണല്ലേ, ഒരു ബുദ്ധി പ്രയോഗിച്ചു നോക്കിയാലോ? കിട്ടിയാ കിട്ടി, ഇനി ട്രൈ ചെയ്തില്ലെന്ന് വേണ്ട, അവൻ ചിന്തിച്ചു. ചേരാൻ വന്നതോ? ഇവിടെ എന്താ നടക്കുന്നതെന്ന് നീ അറിഞ്ഞില്ലേ? വാ, ഇവിടെ വന്നിരിക്കെ, പറയാ. കണ്ണു ചുരുക്കി വിചിത്രമായി നോക്കിക്കൊണ്ട് അവൾ ചേതന്റെ മുന്നിൽ വന്നിരുന്നു. ഇവിടെ പ്രൊഫസർമാര് വിദ്യാർത്ഥികളെ ചേർക്കുന്നത് നിർത്തിയിട്ട് കുറച്ചു നാളായല്ലോ. ഇനി അടുത്ത വർഷം അഡ്മിഷനുള്ളൂ, ഗൗരവം അഭിനയിച്ച് ചേതൻ അവളോട് പറഞ്ഞു. അങ്ങനെ ആരും പറയുന്ന കേട്ടില്ലല്ലോ. സത്യമാണോ? ഇവിടെ ലിൻഡ മേമിന്റെ കീഴിൽ പഠിക്കാൻ വീട്ടിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി വന്നതാണ് ഞാൻ. തല കുനിച്ച് വിഷമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ആഹാ, നമ്പർ അയക്കുന്നുണ്ടല്ലോ. ചിരി കടിച്ചമർത്തിക്കൊണ്ട് ചേതൻ മനസ്സിൽ പറഞ്ഞു. കുട്ടി, ലിൻഡ മാം വളരെ സ്ട്രിക്റ്റ് ആണ്. മാനേജ്മെന്റ് പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യില്ല.
ഞാനൊക്കെ ആണെങ്കിൽ പിന്നെയും... സാർ പ്ലീസ്, ലിൻഡ മാം ഇല്ലേലും കുഴപ്പമില്ല. സാറെങ്കിലും സഹായിക്കാമോ? ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ ചേരാതെ തിരിച്ചു പോകാനാവില്ല. എന്നെ സാറിന്റെ സ്റ്റുഡന്റായി ചേർക്കാമോ? അവൾ ചേതനോട് അപേക്ഷിച്ചു. സക്സസ് ചേതൻ, സക്സസ്. പക്ഷേ പെട്ടെന്ന് സമ്മതിക്കണ്ട, വില പോവും, അവൻ ഉള്ളിൽ പറഞ്ഞു. ഇല്ല, എനിക്ക് പറ്റില്ല. അത് നമ്മുടെ സ്കൂളിലെ നിയമത്തിനെതിരാ. കുട്ടി അടുത്ത വർഷം വരൂ, അപ്പ ജോയിൻ ചെയ്യാം. ചേതൻ ഗൗരവം നടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവൾ ഒന്നും മിണ്ടാതെ ആ മുറിയിൽ നിന്നും ഇറങ്ങി നടന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അയ്യോ, പോയോ? എന്റെ പ്ലാനെല്ലാം വെറുതെ ആവുമല്ലോ. ചേതൻ വേഗം എഴുന്നേറ്റു. ഒരു മിനിറ്റ്. അവൾ പതുക്കെ തിരിഞ്ഞു നോക്കി. നിന്നെ കാണുമ്പോൾ എനിക്ക് പാവം തോന്നുന്നു. ശരി, കരയണ്ട. നീ ഇത്ര റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് നിന്നെ ഞാൻ എൻ്റെ സ്റ്റുഡൻ്റായി ചേർക്കാം. അവളുടെ കണ്ണുകൾ വിടർന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. സാർ എനിക്ക് വളരെ വലിയൊരു സഹായമാണ് ചെയ്തത്. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് സന്തോഷത്തോടെ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാനല്ല, നീയാണ് എൻ്റെ ജീവിതം തിരിച്ചു തന്നത് കുട്ടി. അതിനൊരായിരം നന്ദി. ചേതൻ പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിലോർത്തു. എന്താ നിന്റെ പേര്? അവൻ ചോദിച്ചു. മേഘ. മധുരമൂറും ശബ്ദത്തിൽ അവൾ പറഞ്ഞു. ശരി മേഘ, നീ ഇന്നു മുതൽ എന്റെ കീഴിലാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഞാനാണ് നിന്റെ അധ്യാപകൻ. അവൻ പറയുന്നത് കേട്ടതും മേഘ സന്തോഷത്തോടെ തലയാട്ടി. ലോകം കീഴടക്കിയ സന്തോഷത്തിൽ അവൻ തന്റെ മുടി സ്റ്റൈലായി ഒതുക്കി മേശയുടെ മുകളിൽ കയറിയിരുന്നു. ചേതൻ, നിന്റെ ജോലി കളയാതെ ഒരു കുട്ടിയെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നീ ഒന്നും പേടിക്കണ്ട, എല്ലാം ഈ ജഗൻ നോക്കിക്കൊള്ളാം. റെസ്റ്റ് ഇൻ പീസ് ബ്രദർ. തല ഉയർത്തി മനസ്സിലവൻ പറഞ്ഞു. ചേതൻ മേഘയുമായി തന്റെ മുറിക്ക് പുറത്തേക്ക് വന്നു. മേഘ, നീ എന്താ ലിൻഡ മാമിനെ തന്നെ തെരഞ്ഞെടുത്തത്? അവർ അത്ര മിടിക്കുകയാണോ? അവൻ ചോദിച്ചു. എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഈ സ്കൂളിൽ പഠിക്കാത്ത എനിക്ക് വരെ അവരെ പറ്റി നന്നായി അറിയാലോ. അപ്പൊ ഇവിടെ പഠിപ്പിക്കുന്ന സാറിനൊന്നും അറിയില്ലേ? മേഘയ്ക്ക് സംശയം. അല്ല, അതല്ല, നിന്റെ അഭിപ്രായം ചോദിച്ചെന്നേ ഉള്ളൂ. അബദ്ധം പിണഞ്ഞത് പുറമേ കാണിക്കാതെ അവൻ മറുപടി നൽകി. സാർ, ലിൻഡ മാമിന് പുറത്ത് നല്ല പേരാണ്. ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിലും അവർ ഏറെ മുന്നിലല്ലേ. പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളുടെ കീഴിൽ പഠിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. കൂടെ വന്ന എന്റെ ഗാർഡിയനും അതാ ഇഷ്ടം. പക്ഷേ അത് നടന്നില്ല. മേഘ സങ്കടത്തോടെ പറഞ്ഞു. ഗാർഡിയൻ വന്നിട്ടുണ്ടോ? എന്നിട്ടെവിടെ? ചേതൻ ചോദിച്ചു. താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലിൻഡ മാമിന്റെ അടുത്ത് ചേരാൻ സാധിച്ചില്ലെന്നറിഞ്ഞാൽ അവർക്കായിരിക്കും കൂടുതൽ വിഷമാവാ. മേഘ പറഞ്ഞു. മേഘ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിന്നെ ഞാനിവിടുത്തെ മികച്ച വിദ്യാർത്ഥിയാക്കി മാറ്റും. ഇതെന്റെ വാക്കാണ്. ചേതൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞതും മേഘ ചെറുതായി പുഞ്ചിരിച്ചു. സാർ, ID കാർഡ് അത് മറന്നോ? പെട്ടെന്ന് അവൾ തിരിച്ച് ചേതന്റെ മുറിയിൽ ചെന്ന് ടേബിളിലുണ്ടായിരുന്ന ID കാർഡ് എടുത്തുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടി വന്നു. ഒരു നിമിഷം ചേതൻ പേടിച്ചു പോയി. എന്നെ സാറ് സെലക്ട് ചെയ്തെങ്കിൽ നമ്മൾ തമ്മിലൊരു ബ്ലഡ് കണക്ട് ഉണ്ടാക്കാൻ ഈ ID കാർഡ് വേണമെന്നല്ലേ ഇവിടുത്തെ നിയമം? സാറ് മറന്നായിരിക്കുമല്ലേ? മാജിക് അക്കാദമിയിൽ വിദ്യാർത്ഥികൾ അധ്യാപകരെ തെരഞ്ഞെടുത്തതിന് ശേഷം രണ്ടുപേരും ഓരോ തുള്ളി രക്തം കാർഡിലൊറ്റിച്ച് അവരുടെ ബന്ധം ദൃഢമാക്കാറുണ്ടെന്ന് അലക്സ് പറഞ്ഞത് അവൻ ഓർമ്മ വന്നു. ഓ യെസ്, ID കാർഡ്. ഞാൻ അതിലേക്ക് വരികയായിരുന്നു. അവൻ വേഗം കത്തിയെടുത്ത് വിരലിൽ ചെറുതായി വരഞ്ഞ് ഒരു തുള്ളി രക്തം ID കാർഡിലാക്കി. തൊട്ടു പിന്നാലെ മേഘയും ഒരു തുള്ളി രക്തം അതിലാക്കിയതോടെ ഔദ്യോഗികമായി അവർ ടീച്ചർ സ്റ്റുഡന്റ് ബന്ധമുറപ്പിച്ചു. ഇപ്പൊ ശരിക്കും നീ എന്റെ വിദ്യാർത്ഥിയായി. ഇനി ഇത് ആർക്കും മാറ്റാൻ സാധിക്കില്ല. ചേതൻ ചിരിച്ചു. മേഘ നന്ദിയോടെ അവനെ നോക്കി. ചേതന്റെ ഉള്ളിലുള്ള ജഗന് ഇതെല്ലാം പുതിയ അനുഭവങ്ങളായിരുന്നുവെങ്കിലും ഭൂമിയിലെ ജീവിതവും അച്ഛനിൽ നിന്ന് കിട്ടിയ ഉപദേശങ്ങളും അവന് എന്തും നേടാനുള്ള മനോധൈര്യം നൽകി. അന്ന് ലൈബ്രറിയിൽ വെച്ച് വേണമെങ്കിൽ അവന് മരിക്കാതെ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ അവൻ തയ്യാറായി. ചേതൻ അതുപോലെ ആയിരുന്നില്ല. ഒരു നല്ല അധ്യാപകനായാണ് അവൻ ജീവിതം തുടങ്ങിയെങ്കിലും തന്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു പിഴവിൽ ദുഃഖിച്ച് മദ്യത്തിനടിമയായി ഒരുപാട് അപമാനങ്ങൾ നേരിട്ട അവന് ഒടുവിൽ അകാല മൃത്യു സംഭവിക്കുകയും ചെയ്തു. ജീവിതത്തിൽ എന്തും തന്റെ ഇച്ഛാശക്തി കൊണ്ട് നേരിടാമെന്ന വിശ്വാസമുള്ള ജഗൻ ചേതന്റെ ശരീരത്തിലിരുന്ന് തന്റെ ഭൂതകാലം ഓർത്ത് അക്കാദമിയിലൂടെ നടന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ക്യാൻറ്റീൻ എന്ന ഒരു ഡിജിറ്റൽ ബോർഡ് അവൻ കണ്ടു. എനിക്ക് നല്ല വിശപ്പുണ്ട്, നമുക്ക് വല്ലത് കഴിച്ചിട്ട് ക്ലാസ് തുടങ്ങാം. അവൻ മേഘയും കൂട്ടി ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി നീങ്ങി. മാജിക് സ്കൂൾ ക്യാൻറ്റീൻ വളരെ വലുതായിരുന്നു. ഭൂമിയിലെ തന്റെ ലൈബ്രറി ഇതിന്റെ പകുതി പോലുമില്ലെന്ന് അവൻ ചിന്തിച്ചു. അതേസമയം എഡ്വിനും അയാളുടെ 12 കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു.
കുട്ടികളുമായി നർമ്മ സംഭാഷണത്തിലായിരുന്നു അയാൾ. ചേതനെ കണ്ടതും എഡ്വിന്റെ മുഖത്തെ ചിരി പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഓ, കെട്ടിയെടുത്തോ രാവിലെ തന്നെ? കൂടെ ഏതാ ഒരു പെൺകുട്ടി? അയാളുടെ മുഖം ചുളിഞ്ഞു. ചേതനും എഡ്വിനും ഒരു ദിവസമാണ് അവിടെ അധ്യാപകരായി ജോയിൻ ചെയ്തത്. അന്നു മുതൽ അവൻ അപമാനിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും എഡ്വിൻ പാഴാക്കിയിരുന്നില്ല. ചേതൻ മരിക്കാൻ പോലും കാരണക്കാരനായത് എഡ്വിനാണെന്ന് ചേതന്റെ ഉള്ളിലുള്ള ജഗൻ അറിയില്ല. മേഘയോട് കുശലം പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ചേതനെ കാണെ എഡ്വിന് ദേഷ്യം അധികരിച്ചു. ആഹാ, ഇതാര് ചേതനോ? വെള്ളത്തിൽ വീണിട്ട് ഒന്നും പറ്റിയില്ലല്ലേ? അല്ലേൽ എന്തു പറ്റാൻ, പണ്ടേ ഫുൾ ടൈം വെള്ളത്തിലാണല്ലോ അല്ലേ? എഡ്വിൻ പരിഹാസത്തോടെ പറഞ്ഞു. ഒന്നും മനസ്സിലാവാതെ ആരവൻ എന്ന മട്ടിലിരിക്കുകയാണ് ചേതൻ. എന്താ ചേതൻ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? എല്ലാം കൊണ്ടും നീ ഭാഗ്യവാനാ. പിള്ളേരാരും ഇല്ലാത്തോണ്ട് പഠിപ്പിച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇപ്പൊ എന്റെ കാര്യം നോക്കിയേ, 12 സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക്. ഇട്ടിട്ട് പോകാൻ പറഞ്ഞാൽ പോലെ അവർ പോകൂല. ചേതനെ കുത്തി സംസാരിച്ചുകൊണ്ട് എഡ്വിൻ ചിരിച്ചു. ഏതടവൻ? പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. അവനും അവൻ്റെ ഒരു 12 പിള്ളേരും. എന്നെ എന്തിനു ഇവനിങ്ങനെ കുത്തി സംസാരിക്കുന്നത്? ആകെ കിട്ടിയൊരു അഡ്മിഷനും ഇവൻ ഇല്ലാതാക്കോ? ചേതൻ ചിന്തിച്ചു. ആശങ്കയോടെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന മേഘയെ ഒന്നുമില്ല എന്ന രീതിയിൽ ഒരു ചിരിയോടെ കണ്ണടച്ച് കാണിച്ചു. ചേതൻ മറുപടിയൊന്നും പറയാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട എഡ്വിന് ദേഷ്യം വന്നു. എന്താ ചേതനൊരു ചിരി? ഇന്നലെ എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 മാർക്ക് വാങ്ങിച്ചപ്പോ ഈ മോഹം ഒന്ന് കാണണമായിരുന്നു. ഡിയർ സ്റ്റുഡൻസ്, അറിയില്ലേ, ഈ അക്കാദമിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി 0 മാർക്ക് വാങ്ങിയ ടീച്ചറാണത്. ഒന്ന് ബഹുമാനിച്ചേക്കേ. ഇതും പറഞ്ഞ് എഡ്വിൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. എന്ത് 0 മാർക്കോ? ഓ, ആ സാർ ഇയാളാണോ? ഭാഗ്യം, നമ്മൾ ആരും പോയി ചേർന്നില്ലല്ലോ അയാളുടെ കീഴിൽ. ഒരു പറ്റം പുതിയ വിദ്യാർത്ഥികൾ പരസ്പരം പറഞ്ഞു. എലിജിബിലിറ്റി ടെസ്റ്റിൽ പഴയ ചേതന് 0 മാർക്കായതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? എല്ലാവരും തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് കണ്ട ചേതൻ ചിന്തിച്ചു. പക്ഷെ തോറ്റു കൊടുക്കാൻ പാടില്ല. ഇവന്റെ ഷോ ഇപ്പൊ തീർത്തു കൊടുത്തേക്കാം. എല്ലാവരും ചിരിച്ചു കഴിഞ്ഞോ? ഇനി എനിക്ക് സംസാരിക്കാമോ? സ്റ്റൈലായി എഴുന്നേറ്റ് മേശയ്ക്ക് പുറത്തിരുന്ന് ശബ്ദമുയർത്തി ചേതൻ ചോദിച്ചു. എഡ്വിന്റെ ഭാവം പെട്ടെന്ന് മാറി. ഇനി എന്ത് സംസാരിക്കാൻ? നിന്നെപ്പറ്റി ഇവിടെ എല്ലാവർക്കും അറിയാം. അത്രയ്ക്ക് ഫേമസ് ആണല്ലോ. ഇനിയിപ്പോ ആർക്കെങ്കിലും നിന്നെ അറിയാത്തുണ്ടെങ്കിലേ നിന്റെ നേട്ടങ്ങളെ പറ്റി പറയാൻ ഞാനിവിടെ ഉണ്ടല്ലോ. അയാൾ അട്ടഹസിച്ചു. എന്നെക്കുറിച്ച് ഓർക്കാനും പറയാനും ഒരാളുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ശരിയാണ്, എലിജിബിലിറ്റി ടെസ്റ്റിൽ എനിക്ക് ലഭിച്ച മാർക്ക് 0 ആയിരിക്കാം. ചിലപ്പോ അതും കഴിഞ്ഞ് മൈനസ് മാർക്കിലേക്കും പോയിരിക്കാം. ഒരു കാര്യം താങ്കൾ ഓർക്കണം, ഈ അക്കാദമിയിലുള്ള ഒരു പ്രൊഫസറെ കുറിച്ച് മറ്റൊരു പ്രൊഫസറായ താങ്കൾ അപവാദം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. ഇതാണോ താങ്കൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന മോറൽ വാല്യൂ? നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ചേതൻ കൈകൾ ഉറക്കെ കൂട്ടിയടിച്ചു. എഡ്വിന്റെ മുഖത്ത് ദേഷ്യം ആളിക്കത്തി. എന്റെ മോറൽ വാല്യൂ ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഒരിക്കലും നിന്നെപ്പോലെ ഒരു വിദ്യാർത്ഥിയെ കൊലക്കി കൊടുത്തിട്ടില്ല. പിന്നെ നിന്റെ ഈ ചിരി, അത് അവസാനത്തെ അല്ലേ? നിന്നെപ്പോലൊരു അധ്യാപകനെ ഒരു വിദ്യാർത്ഥിയും തെരഞ്ഞെടുക്കില്ല. സോ ടുഡേ വിൽ ബി യുവർ ലാസ്റ്റ് ഡേ മിസ്റ്റർ ലൂസർ സർ. എഡ്വിൻ പരിഹസിച്ചു. വിദ്യാർത്ഥി മരിക്കാനോ? എന്റെ പൊന്നു ചേതൻ, ഇതിൽ കൂടുതൽ നീ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? ദൈവമേ, വേറെ ആരെയും കിട്ടിയില്ലേ എനിക്ക് പുനർജനിക്കാൻ? ചേതന്റെ ഉള്ളിലിരുന്ന് ജഗൻ നെടുവീർപ്പിട്ടു. അതുവരെ സന്തോഷത്തോടെ ഇരുന്ന മേഘയുടെ കണ്ണുകളിലും അതേ ഞെട്ടൽ കാണാമായിരുന്നു. ചേതന്റെ കീഴിൽ ചേരാൻ വന്ന വിദ്യാർത്ഥിയാണ് മേഘ എന്ന് മനസ്സിലാക്കി അവളെ പിന്തിരിപ്പിക്കാൻ എഡ്വിൻ മനഃപൂർവ്വം പ്രയോഗിച്ച തന്ത്രമാണിതെന്ന് അയാളുടെ കണ്ണുകൾ സൂചിപ്പിച്ചിരുന്നു. കുട്ടി, നീ അവന്റെ കീഴിൽ അഡ്മിഷനായി വന്ന വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു. നിന്റെ അസാമാന്യ ധൈര്യത്തിന് എല്ലാ ആശംസകളും. എഡ്വിൻ മേഘയോട് സംസാരിച്ചുകൊണ്ടിരിക്കെ പുറകിൽ നിന്നൊരു വൃദ്ധന്റെ ശബ്ദം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി. ഞാനിതിന് സമ്മതിക്കില്ല. മേഘ ഇയാളുടെ കീഴിൽ പരിശീലിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മേഘയുടെ ഗാർഡിയനായിരുന്ന ശിവയായിരുന്നു അത്. സാർ, നിങ്ങൾ സംസാരിച്ചെല്ലാം ഞാൻ കേട്ടു. അവൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ഈ സ്കൂളിൽ വന്നിരിക്കുന്നത്. അവളുടെ ജീവിതം നശിക്കാൻ പാടില്ല. സാർ പ്ലീസ്, അവളെ വിട്ടേക്ക്. അവൾക്കൊരു തെറ്റുപറ്റിയതായി കരുതിയാൽ മതി. ചേതന്റെ മുന്നിൽ കൈകൂപ്പി അയാൾ അപേക്ഷിച്ചു. ശിവാങ്കിൾ പ്ലീസ്, ഈ സ്കൂളിലെ പ്രൊഫസർമാർ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് നിർത്തിവെച്ചിട്ടും ഞാൻ കരഞ്ഞു പറഞ്ഞപ്പോ സാർ എന്നെ സെലക്ട് ചെയ്തു. അതുകൊണ്ട് സാർ മോശപ്പെട്ട ആളാണെന്ന് തോന്നുന്നില്ല. മേഘ നിഷ്കളങ്കമായി തന്റെ ഗാർഡിയനോട് പറഞ്ഞു. എന്താ നീ പറഞ്ഞത്? പ്രൊഫസർമാർ വിദ്യാർത്ഥികളെ ചേർക്കുന്നില്ലെന്നോ? ആര്?
ഇവനാണോ അങ്ങനെ പറഞ്ഞത്? അതെല്ലാം നുണയാണ്. നിന്നെ പറ്റിച്ചതാണ് ഇവൻ. എഡ്വിൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും മേഘയുടെ മുഖം മാറി. അവൾ ദയനീയമായി ചേതന്റെ മുഖത്തേക്ക് നോക്കി. അവനൊന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. സോറി മോളെ, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അവൻ മനസ്സിൽ പറഞ്ഞു. കണ്ടു ഒരു പ്രൊഫസർ കള്ളം പറഞ്ഞാണ് കുട്ടികളെ ചേർക്കുന്നത്. ഇപ്പൊ സമാധാനായില്ലേ മേഘ? മതി, ഇങ്ങനെ ഒരുത്തന്റെ കീഴിൽ നീ പഠിക്കണ്ട. ഇവിടെ വാ. അതും പറഞ്ഞ് അയാൾ അവളുടെ കൈ പിടിച്ചു വലിച്ചു. ചേതൻ തടയാൻ ശ്രമിച്ചതും, സാർ, അവൾ ചെറിയ കുട്ടിയാണ്. വലിയ ആഗ്രഹങ്ങൾ സാധിക്കാൻ വന്നതാണ്, അല്ലാതെ ചതിക്കപ്പെടാനല്ല. നിങ്ങളിൽ നിന്ന് അവൾക്കൊന്നും പഠിക്കാനില്ല. അവളെ വിട്ടേക്ക്. അവനെ നോക്കി ആ വൃദ്ധൻ പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? ആരോ പറയുന്നത് കേട്ട് തെറ്റായ തീരുമാനം എടുക്കരുത്. മേഘ വന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ അവളെ എന്റെ കീഴിൽ ചേർത്തത്. ഇപ്പൊ വന്ന് വിട്ടേക്കെന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ? ചേതൻ തർക്കിച്ചു. ഇല്ല സാർ, നിങ്ങളെക്കുറിച്ച് അറിഞ്ഞു വെച്ചിട്ടും എങ്ങനെയാ ഞാൻ അവളെ വിടേണ്ടത്? നടക്കില്ല. ആ വൃദ്ധൻ തറപ്പിച്ചു പറഞ്ഞു. ഇതിനു മുമ്പ് ഇവിടെയുള്ളവർ എന്നെ എങ്ങനെയാണ് കണ്ടിരുന്നെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനി മുതൽ അവർ മറ്റൊരു ചേതനയായിരിക്കും കാണാൻ പോകുന്നത്. അതിനെനിക്കൊരു അവസരം വേണം. ഇതാണ് എൻ്റെ ലാസ്റ്റ് ചാൻസ്. മേഘയെ ഞാൻ എൻ്റെ മകളെപ്പോലെ നോക്കിക്കോളാം. ഇവിടെയുള്ള ഏത് വിദ്യാർത്ഥികളെക്കാളും മികച്ചതാക്കി ഞാൻ അവളെ മാറ്റിയെടുക്കും. ഇതെന്റെ വാക്കാ. പ്ലീസ് എന്നെ വിശ്വസിക്കേ. താഴ്മയോടെ ചേതൻ പറഞ്ഞു. സാർ, നിങ്ങൾ പറഞ്ഞ ന്യായമാണോ? നിങ്ങൾ ആരാണെന്ന് തെളിയിക്കാൻ ഈ കൊച്ചു പെൺകുട്ടിയുടെ ജീവിതമാണ് കിട്ടിയത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് സമ്മതിച്ചു തരില്ല. അയാൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഈ കിളവനെ കൊണ്ട് വല്ലാത്ത കഷ്ടമായല്ലോ. ഇതിൽ കൂടുതൽ ഇയാളെ സംസാരിക്കാൻ വിട്ടാ ഇവളും കയ്യിന്ന് പോവും. പിന്നെ ഞാനും ഇവിടുന്ന് പോവേണ്ടി വരും. ചേതൻ മനസ്സിൽ ചിന്തിച്ചു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും മേഘ എന്റെ വിദ്യാർത്ഥിയാണ്. അതിനൊരു മാറ്റമില്ല. ഒരു വട്ടം ഒരു വിദ്യാർത്ഥി അധ്യാപകനെ തെരഞ്ഞെടുത്താൽ പിന്നെ മാറ്റാൻ സാധിക്കില്ല. ഞാനങ്ങനെ വിട്ടാലും മറ്റൊരു പ്രൊഫസറും അവൾ ഇവിടെ ചേർക്കില്ല. ചേതൻ അവരോട് പറഞ്ഞു. വീണ്ടും എന്റെ മുമ്പിൽ പറ്റിക്കപ്പെടണ്ട. അവൻ പറയുന്നത് നുണയാണ്. അവനെ വിട്ടിട്ട് വരാൻ പറയേ. നിങ്ങളുടെ മകളെ ഞാൻ ചേർത്തോളാം. അതുവരെ ഉണ്ടായിരുന്ന അവരുടെ തർക്കം ആസ്വദിക്കുകയായിരുന്ന എഡ്വിൻ ഗാർഡിയനോടായി പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടത് എനിക്കറിയില്ല സാർ. മേഘ ഇനി നിങ്ങളുടെ സ്റ്റുഡൻ്റാണ്. അവളുടെ ഭാവി സാറ് സംരക്ഷിക്കണം. നന്ദിയോടെ ആ വൃദ്ധൻ പറഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ മേഘ മൗനമായി തലകുനിച്ചു നിന്നു. തന്റെ ആകെയുള്ള പിടിവള്ളിയും നഷ്ടപ്പെടാൻ കാരണമായ എഡ്വിനെ ചേതൻ ദേഷ്യത്തോടെ തുറച്ചു നോക്കി. സാറിന് നാണൂലേ? എന്റെ വിദ്യാർത്ഥിയെ തട്ടിയെടുക്കാൻ താൻ കളിച്ച നാടകം കൊള്ളാം. ഇങ്ങനെ തന്നെയാണോ താൻ തന്റെ 12 വിദ്യാർത്ഥികളും ചേർത്തത്? എഡ്വിന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വിധത്തിൽ ചേതൻ സംസാരിക്കാൻ തുടങ്ങി. എഡ്വിൻ പല്ല് കടിച്ചുകൊണ്ട് ചേതനെ നോക്കി. ഡാ, അനാവശ്യം പറയരുത്. നിന്റെ വിദ്യാർത്ഥിയെ തട്ടിയെടുക്കാൻ മാത്രം വിദ്യാർത്ഥികളില്ലാതെ ഇരിക്കുവല്ല ഞാൻ. എന്റെ എലിജിബിലിറ്റി പെർഫോമൻസ് കണ്ടു വന്നവരാണ് ഇവരെല്ലാം. മനസ്സിലായോ? അയാൾ കടുപ്പത്തോടെ ചോദിച്ചു. നീ ആദ്യം നിന്റെ കഴിവെല്ലാവരുടെ മുന്നിൽ തെളിയിക്കേ. എങ്കിൽ ഞാൻ സമ്മതിക്കാം. അല്ലാതെ ഒരു പാവം പെൺകുട്ടിയെ ചീറ്റ് ചെയ്ത് നിന്റെ കൂടെ ചേർക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ലാഘവത്തോടെയുള്ള ചേതന്റെ സംസാരം എഡ്വിനെ ഞെട്ടിച്ചു. കഴിവ് തെളിയിക്കാനോ? ഇന്നലെ കിട്ടിയൊന്നും പോരെ നിനക്ക്? ശരി, നിനക്ക് വീണ്ടും എന്റെ കഴിവ് കാണാം. അത്രയല്ലേ ഉള്ളൂ. നിന്റെ കൂടെ മത്സരിച്ച് എന്റെ കഴിവ് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. നീയോ? വെല്ലുവിളിയോടെ എഡ്വിൻ ചോദിച്ചു. അയ്യോ, ഇത്ര പെട്ടെന്ന് അവൻ വെല്ലുവിളി സ്വീകരിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ ശരീരത്തിലാണെങ്കിൽ മാന്ത്രിക ശക്തികളൊന്നുമില്ല. വെറുതെ ഡയലോഗ് അടിക്കണ്ടായിരുന്നു. ഇവന്റെ പക്കൽ എത്ര ശക്തിയുണ്ടെന്ന് അറിയില്ലല്ലോ. ആവശ്യമില്ലാതെ ഇവനെ കയറി ചൊറഞ്ഞ് മേഘയും കയ്യെന്ന് പോകുന്നാ തോന്നുന്നേ. എങ്ങനെയാണിതൊന്ന് പരിഹരിക്കുന്നത്? ചേതൻ ചിന്തിച്ചു. എങ്കിലും വെല്ലുവിളി കേട്ട് പിന്മാറാൻ അവൻ ഒരുക്കമല്ലായിരുന്നു. മരിച്ച് പുനർജനിച്ചവനാണ് ഞാൻ. അതിനേക്കാൾ വരില്ലല്ലോ മറ്റൊന്നും. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് മനസ്സിലോർത്ത് ചേതൻ എഡ്വിനുമായി മത്സരത്തിന് സമ്മതമേകി. ചുറ്റും നിന്നവർ ആർപ്പുവിളികളാൽ അവരെ മത്സരവേദിയിലെത്തിച്ചു. ചേതൻ എഡ്വിൻ പോരാട്ടത്തിനായി അങ്കത്തട്ടുയരുകയായി. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.